ഹായ് ഹലോ. നമ്മുടെ ഓണം ട്രഡീഷണലിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫാൻസി കളക്ഷൻസും അവൈലബിൾ ആണ്. പക്ഷെ കണ്ടുകഴിഞ്ഞ ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അത് ഫാൻസി അല്ലേ? അതെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. നല്ല ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ലീഫ് ഡിസൈൻസിലാണ് വന്നേക്കുന്നത്. കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാവ് ആണ്. കാരണം നമുക്ക് ഒരു നല്ല ഒരു കണ്ടോ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ എല്ലാ കളേഴ്സും നമുക്ക് അതിൽ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ആൻഡ് ഇതിനൊരു പ്രൈസ് വന്നിട്ട് 880 രൂപയാണ്. 880 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ കാണുന്ന കളർ എക്സാക്ട് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് വന്നിട്ട് എക്സാക്ട് നമ്മുടെ ഒരു ടിഷ്യൂ ഫാബ്രിക് പോലെ തന്നെയാണ്. പക്ഷെ ഭയങ്കര ഷൈനിങ് ഒന്നുമല്ല. നമുക്കിപ്പോ ഒരു ഓണം കളക്ഷന് നമ്മളിത് ഉപയോഗിച്ചാൽ കൂടിയും, ഒരു ഓണം സെലിബ്രേഷന് നമുക്കൊരു ഫംഗ്ഷന് നമ്മൾ യൂസ് ചെയ്താൽ കൂടിയും, അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ഗോയിങ് ടു ബി എ ഫ്ലോറൽ സാരി. അപ്പൊ ഒരു ഡിസൈനർ വെയർ സാരി ആയില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ആൻഡ് ഇതിന്റെ ഒപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസസ് തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ഏതാണ്, ഏത് സൈസ് ആണെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാണ്. എല്ലാം എനിക്ക് കറക്റ്റ് ആണ്, പക്ക ഫിറ്റിംഗ് ആണ്. എനിക്ക് ശരിക്കും കൈക്ക് വണ്ണം ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും എനിക്ക് എൽ സൈസ് എനിക്ക് പക്ക ഫിറ്റിംഗ് ആണ്. ശരിക്കും നമുക്ക് ചിലര് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഓ മേത്തിട്ട് നമ്മളെ ദേഹത്തിട്ട് തയ്ച്ച ഒരു ഫീലിംഗ് കിട്ടില്ലേ നമുക്ക്, അതേ സെയിം ഫീലിംഗ് ആണ് നമുക്ക് ഈ 185 195 എന്ന് പറയുന്ന പ്രൈസസിൽ കിട്ടുന്ന ഈ റെഡിമെയ്ഡ് ബ്ലൗസ് കേട്ടോ. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ വന്നിട്ട് ഈ റെഡ് ആൻഡ് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ടൊമാറ്റോ റെഡ് ബ്ലൗസ് ആണ് വെയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. ഞാൻ അതും കൂടെ കാണിക്കാം. ഇതേ കണ്ടോ, ഞാൻ ആ ബ്ലൗസും കൂടെ ചേർത്താണ് ശരിക്കും സാരി ഉടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞ് ഈ വലിയ ഫ്ലോറലിന്റെ ചെറുത് മിനി വേർഷൻ ആണ് ശരിക്കും ബ്ലൗസിൽ വരുന്നത് കേട്ടോ. ഞാനപ്പോ ഇതിന്റെ കളക്ഷൻസ് കാണിക്കാം. അതായത് നമുക്ക് ഈ കാണുന്ന ഫ്ലോറൽ ഡിസൈനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഡിസൈനിൽ മാത്രമേ മാറ്റമുള്ളൂ കേട്ടോ. ഇപ്പൊ വന്നിരിക്കുന്ന ഫ്ലോറൽ ഇങ്ങനെയാണെങ്കിൽ ആ പൂക്കളുടെ ഷേപ്പിലും ആ ഒരു പാറ്റേൺ ഡിസൈൻസിലും കളർ കോമ്പിനേഷൻസിലും മാത്രമേ ചേഞ്ച് ഉള്ളേ. അതും കൂടെ കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതേപോലെ ടിഷ്യൂ ഫാബ്രിക് ആണ്. ഇത് ഉടുക്കുമ്പോ ദാ ഇങ്ങനെ വരും. ഇത് വേറെ ഡിസൈൻ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയിലുള്ള ഫ്ലവർ അല്ല, ഇതേ കണ്ടോ, ഇതിൽ വരുന്ന ഫ്ലവർ അല്ല. ഇതില് കണ്ടോ, ഇതില് കുറച്ച് നീല ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്, ഒരു സിയാൻ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ഇതിങ്ങനെ താഴെ നമുക്ക് ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ട്. കാരണം 880 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫാൻസി സാരി നമുക്ക് ഈ ഒരു ഓണം ടൈമില് നമുക്കിപ്പോ എല്ലാവരും ഒരു നമ്മളെന്താ പറയാ, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു വിമന്റെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരും, അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ തന്നെ നമുക്കറിയാം. നമ്മളിപ്പോ ഉത്രാടത്തിന്റെ അന്നോ അല്ലെങ്കിൽ തിരുവോണത്തിന്റെ അന്നോ അല്ല, അതിന് മുൻപോ ആഘോഷിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ വെക്കുന്നത്, ഓണം പ്രോഗ്രാം വെക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എല്ലാ ലേഡീസും എന്ത് കൈൻഡ് ഓഫ് വെയർ ചെയ്യണം, അല്ലെങ്കിൽ സെറ്റ് മുണ്ട് തന്നെ ആക്കണോ, സെറ്റ് സാരി ആക്കണോ, അല്ലെങ്കിൽ റണ്ണിങ്ങിന്ന് മുറിക്കണോ, അങ്ങനെ ഒരു ടോട്ടൽ കൺഫ്യൂഷൻസിലായിരിക്കും അല്ലെ. അപ്പൊ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോ നമ്മളും പൂക്കളുള്ള സാരി, മൊത്തം പൂക്കളം അല്ലെ. അപ്പൊ അതിനൊപ്പം തന്നെ സാരിയിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നപ്പോ അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇതിൽ വന്നിട്ട് ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലൗസ് രണ്ട് കളറും വരുന്നോണ്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെയിം ബ്ലൗസ് ഇടാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസസും നമുക്ക് വേറെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് അതാണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുട്ടാസ് വരുന്ന ബ്ലൗസ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് അതിലൊരു വെറൈറ്റി വേണമെങ്കിൽ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ സെയിം ബ്ലൗസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ആണെങ്കിലും നോ പ്രോബ്ലം അല്ലെ. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു എന്താ പറയാ, ഒരു ടുലിപ്സിന്റെ പോലെ, അങ്ങനത്തെ ഒക്കെ ഒരു പൂക്കളുടെ പോലെ, പക്ഷെ അതല്ല കേട്ടോ ഷേപ്പ്. ചെറുതായിട്ട് അതിനൊരു ചായ ഉണ്ട്. അതേ കണ്ടോ, അങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൂക്കൾ തന്നെ നല്ല ഇഷ്ടമായി. കണ്ടോ, ഇത് ഉടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവേ. അങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന, നമുക്ക് പ്ലീറ്റ് ഒക്കെ എടുത്ത ഇതിപ്പോ ഞാൻ ആ മടക്കിൽ നിന്ന് തന്നെ എടുത്തത് കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. എല്ലാം നമ്മൾ ഈ പ്ലീറ്റ് ശരിക്കും വെച്ച് ഒന്ന് അയേൺ ചെയ്തിട്ടാണ് വെയർ ചെയ്തെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിൽക്കട്ടോ. കാരണം കണ്ടോ, ഉള്ളിലത്തേക്ക് ആ മടക്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് പ്ലീറ്റ് നിൽക്കുന്ന കാണാൻ. ആ ഫ്ലോറിൽ താഴെ വരുമ്പോൾ അതിലും ഭംഗിയുണ്ട്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതേപോലെ കേട്ടോ, ഇതൊറ്റ പാറ്റേൺ ആണ്. നേരത്തെ കാണിച്ചതിൽ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് വന്നത്. ഇതൊറ്റ കളർ തന്നെ, ആ സെയിം തന്നെ
നമ്മൾ ഈ ബോഡിയിൽ വരുന്ന സെയിം ഫ്ലവറിന്റെ ഒരു മിനി വേർഷൻ കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇതേപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുമോ. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരു ക്രോപ്പ് ടോപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഒരു കളർ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കേർട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ടിഷ്യൂ മെറ്റീരിയൽ സ്കേർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു മദർ ആൻഡ് ഡോട്ടർ ഒരു ഡുവോ ഒക്കെ ചെയ്യാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് ഇപ്പോൾ വന്നതാണ് ആ ഒരു തോട്ട്, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ലീഫ് ഡിസൈൻ ആണ്. ഇത് വന്നിട്ട് നമുക്കൊരു കളർ കോംബോ തന്നെ നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. ദേ കണ്ടോ, ഒരു മൾട്ടി കളർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഈ സാരിയുടെ ഈ ഒരു പ്രിന്റില് നമുക്ക് ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ലീഫാണ് കേട്ടോ. ഇതേപോലെ ഈ കുഞ്ഞു കുഞ്ഞു ലീഫാണ് ഇതില് ബ്ലൗസ് മൊത്തം വരുന്നത്. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലൗസ് ഇത് തന്നെ സെയിം വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പിന്റെ സ്കേർട്ട് നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു മൾട്ടിപർപ്പസ് ഉണ്ടെന്നാണ് എനിക്ക് ഈ ഒരു ഫാബ്രിക് കാണുമ്പോൾ തോന്നുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഗ്രീൻ കൂടുതലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിക്കും ഈ ഫ്ലോറൽ ഡിസൈൻ വന്നപ്പോൾ ഇതിലൊരു ഒറ്റൊരു കളറോ അല്ലെങ്കിൽ ഡുവൽ കളർ ആണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിന് വേറൊരു ഭംഗിയാണ്. പക്ഷെ ഇത് കുറെ കളേഴ്സും പിന്നെ ആ ഒരു പെയിന്റിങ് എഫക്റ്റും നമ്മുടെ ഒരു വാട്ടർ കളർ അല്ലെങ്കിൽ ഒരു അക്രിലിക് പെയിന്റിന്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കാണുമ്പോൾ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതേ കണ്ടോ, അതേ വലിയ പൂക്കൾ കേട്ടോ. പല്ലൂല് വരുമ്പോൾ കുറച്ച് വലിയ പൂക്കളാ വരാ. ഇതേ കണ്ടോ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വരും. സെയിം തന്നെ ഫ്ലവർ ആണ്, പക്ഷെ ഒരു മിനി വേർഷൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ഫ്ലോറൽ ഡിസൈൻ ആണ് മൊത്തം നമുക്ക് ഒരു ബ്ലൗസ് പീസിൽ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും 880 എന്ന് പറയുന്ന ഒരു പ്രൈസിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിന് ഒരു ഫ്ലോറൽ ഡിസൈൻ സാരി മസ്റ്റ് ഇൻ അവർ വാർഡ്രോബ്. ഇതിൽ വന്നിട്ടുണ്ടോ ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ, ഒരു സിയാൻ ബ്ലൂ ആ കോമ്പിനേഷനും നല്ലൊരു ഉദിച്ചു വരുന്ന ഒരു യെല്ലോ ഓറഞ്ച്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, തീയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കളേഴ്സ് കാണില്ലേ, അതേപോലെ എനിക്ക് ശരിക്കും ഈ കളർ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ കണ്ടോ, ആ ഒരു പെയിന്റിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ, പെയിന്റ് ഡ്രോപ്സ് പോലെ നമുക്ക് തോന്നും. പണ്ട് വാട്ടർ കളറൊക്കെ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ബ്രഷിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളേഴ്സ് ആക്കില്ലേ, അപ്പൊ ശരിക്കും ആ ഒരു ക്യാൻവാസിൽ അങ്ങനത്തെ ഒരു കളർ പെയിന്റ് ആ ഇതൊക്കെ വരും. അതേപോലെ കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്നത് ഫ്ലോറൽ ആണെങ്കിൽ മുകളിലത്തെ ഡിസൈൻ വന്നിട്ട് ലീഫാണ്. അതിൽ ഒറ്റ കളർ അല്ല ലീഫ് വരുന്നത്. കണ്ടോ, ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ തൊട്ട് സൈഡില് നമുക്ക് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ റെഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാട്ടോ ഈ ഡിസൈൻ വരുന്നത് കണ്ടോ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഈ കാണുന്ന യെല്ലോ ഓറഞ്ച് റെഡ് കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്. ശരിക്കും ഈ ഒരു ഫാബ്രിക് കാണാൻ തന്നെ നല്ല, അതായത് ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ മൊത്തം ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് ബ്ലൗസ് ആയിട്ട് വെറുതെ തയ്ക്കണ്ടെന്നൊക്കെ എനിക്കിപ്പോ ഇങ്ങനെ എന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഓടാണ്. ഇത് വേറെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോ രണ്ട് മക്കള്, ഇപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് രണ്ടാൾക്കും ഇപ്പൊ നമുക്ക് ടിഷ്യൂ പ്ലെയിനും കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇത് ഉപയോഗിക്കാം, അപ്പൊ രണ്ടാൾക്കും കിട്ടും. ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ ടിഷ്യൂ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടുന്നുണ്ട്. ഞാനത് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഫാൻസി ട്രഡീഷണൽ സാരി നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.